പലപ്പോഴും കമ്പനിയിലെ ഓണേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കമ്പനിയിലെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബിൻ്റെ എല്ലാത്തിൻ്റെയും പാസ്വേഡും അല്ലെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം സ്റ്റാഫിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷന്. അത് അവർ വരും, നമ്മൾ വലിയ രീതിയിൽ എല്ലാ ആക്സസും അവരോട് ചെയ്യാൻ പറയും. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇവർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫോൺ വിളിച്ചാലും അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ പാസ്വേഡും കാര്യങ്ങളും ചോദിച്ചാലും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാരണം അപ്പോൾ നമ്മൾ ഇവർ ഫയർ ചെയ്തിട്ടുണ്ടാവും, ഫയർ ചെയ്ത് അവർ പിരിച്ചുവിട്ടിട്ടുണ്ടാവും, സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കമ്പനിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നു കഴിഞ്ഞു എന്ന രീതിയിൽ റിസൈൻ ചെയ്തിട്ട് പോന്നിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് പല കമ്പനീസിലും നടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടോളം സോഷ്യൽ മീഡിയ ഉണ്ടായ ഒരു അക്കൗണ്ട്സ് ഉള്ള സംഭവം സ്റ്റാഫിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് ഓല് പുതിയ പുതിയ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവരെ ഫോണിലേക്ക് അത് മാറ്റി കൊടുത്തു. കാരണം ആ സമയത്ത് ചക്ര പോലെ നടന്ന സ്റ്റാഫുകളൊക്കെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയിലെ ഒരു ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ, അതിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണിലേക്ക് ഓടിച്ചാൽ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ പേഴ്സണൽ ഫോൺ നമ്പറിലേക്ക് തന്നെ ഓണേഴ്സിന്റെ പേഴ്സണൽ നമ്പർ, ഓക്കെ. അപ്പോൾ അങ്ങനെ നൽകിയാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആവുന്നത്. രണ്ടാമത് ഏത് നമ്പർ ആണ് നിങ്ങൾ കൊടുത്തത്? ഇപ്പോൾ ഓണറിന് ചിലപ്പോൾ 3 നമ്പർ ഉണ്ടാവും, പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന 2 നമ്പറും അതേപോലത്തെ കമ്പനിക്ക് വേണ്ടിയിട്ട് വേറെ നമ്പറും. അപ്പോൾ ഏത് നമ്പറിലേക്കാണ് ഈ ഓരോ സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ കോഡ് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഏത് മെയിലിലേക്കാണെന്ന് ചെല്ലുന്നതെന്ന് വെച്ചാൽ കമ്പനിയിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിൽ നിങ്ങളിത് സേവ് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് ഓണേഴ്സിന് ഇതൊരു തലവേദനയായി മാറില്ല. പല കമ്പനിയിലും തലവേദനയായി മാറുന്ന ഒരു സംഭവം തന്നെയാണിത്. സ്റ്റാഫ് ഇറങ്ങി പോവുക അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന ഏറ്റവും വലിയൊരു അടി തന്നെയാണ് ഇന്നത്തെ സംഭവം.